എന്താ മോളെ? എന്ത് പറ്റി മോളെ? വല്ല അപകടം പറ്റിയതായിരിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. എടുക്ക. എന്താ മണി? നിങ്ങളാരാണ്? ഞാനിങ്ങനെ ഇവിടെ എത്തി? മോൻ ഇന്ന് രാവിലെ നദിക്കരയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. ഞാൻ ഈ ഫോറസ്റ്റിലെ ഗാർഡാണ്. ഇതെന്റെ മകൾ രാജി. മോൻ കിടക്ക്, അല്പം വിശ്രമിക്കുക. ചേട്ടന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പിന്നെ ഞാനിവിടെ ഒന്നും പോകില്ല രാജി. ചേട്ടാ, ചേട്ടൻ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. ഇല്ല രാജി, നിനക്കെന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ഞാൻ കാരണം നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. ഒരിക്കലും. ചേട്ടാ 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 മോനെ, നിനക്കെന്തു പറ്റി? ആരാണ് ഈ രജനി? അമ്മാവ, ജയിൽ ചാടി വന്നൊരു കൊലപ്പുള്ളിയാണ് ഞാൻ. കൊലപ്പുള്ളിയോ? അതെ, ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെട്ട ഒരു കൊലയാളി. എന്തിനു വേണ്ടി മോനിത് ചെയ്തു? എന്റെ പെങ്ങൾക്ക് വേണ്ടി.
എന്റെ ഒരേ ഒരു പെങ്ങൾക്ക് വേണ്ടി ഞാനെല്ലാം പറയാം അമ്മാവ. ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഞാൻ ജീവിച്ചത് തന്നെ എന്റെ പെങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ജീവനെ പോലെ ഞാൻ അവളെ വളർത്തി വലുതാക്കി. ബിസിനസ് കാര്യങ്ങൾ അല്പം തിരക്ക് കൂടിയപ്പോൾ ഞാൻ അവളെ വീടിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല. രജനിക്ക് ഫോൺ വന്നിരിക്കുന്നെന്ന് പറയും. ഫോൺ എടുക്കാതെ രജനിക്കാണെന്ന് മേട്ടൻ എങ്ങനെ തീരുമാനിച്ചത്? രജനിയുടെ ചേട്ടൻ വിനോദാണ് എപ്പോഴും ഫോൺ ചെയ്യാറുള്ളത്. സംശയമുണ്ടെങ്കിൽ എടുത്തു നോക്കൂ. ഹലോ, ആരെയാ വേണ്ടത്? രജനിയോ? വിളിക്കാം. രജനി. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാ. രജനി ഫോൺ. ഹലോ. ഞാനെപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ടോ നീ കളിയാക്കുന്നേ? നിന്റെ മാറ്റിനോട് പറയണം ഒരു ടെലിഫോൺ ഇട്ട് നിയമിക്കാൻ. ശമ്പളം ഞാൻ കൊടുത്തോളാം. 1 സെക്കൻഡ്. വിസിറ്റേഴ്സ് റൂമിൽ പലരും കാത്തിരിക്കുന്നു. ഞാനങ്ങോട്ട് വരാൻ പറയൂ. രജനി, ഇന്ന് രാവിലെ നിന്നെ വന്ന് കാണാൻ സാധിക്കൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. നാളെ രാവിലെ നിന്നെ കണ്ടിട്ടേ ഓഫീസിൽ വരുള്ളൂ. പ്രോമിസ്. വെക്കട്ടെ. ഡാഡി, നീ ഇതുവരെ ഹോസ്റ്റലിൽ പോയില്ലേ? പോവാൻ തോന്നു. രാജാവേ റൂമിലുണ്ട്. മണി 9 ആയല്ലോ. 9 മണിക്ക് ബാങ്കിൽ പോകാൻ പറഞ്ഞല്ലേ? വിളിക്കല്ലേ? വിളിക്കാം. ചേട്ടാ, ഡാഡി വിളിക്കുന്നു. എന്തിനാ? അങ്ങോട്ട് ചെല്ല. 9 മണിക്ക് ബാങ്കിൽ പോകാന്ന് പറഞ്ഞിരുന്നല്ലേ? മണി 9:15. അങ്ങോട്ട് ചെല്ല. വെച്ചിട്ടുണ്ട്. കോളായി. ഡാഡി, നിന്നോട് ബാങ്ക് പോകാൻ പറഞ്ഞില്ലേ? എത്ര മണിക്ക്? 9 മണിക്ക്. ഇപ്പൊ മണി എത്രയായി? 9:15. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? ഞാൻ സ്വന്തം മക്കളായിരുന്നാലും വേലക്കാരായിരുന്നാലും ശരി, എന്റെ മുമ്പിൽ പങ്ക്ച്വലായിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? സോറി ഡാഡി. നീ ബാങ്കിൽ പോയി വരുന്ന വഴിക്ക് ഫാക്ടറിയിലേക്ക് വരും. കുട്ടപ്പ,
എന്തോ ഹായ് ഇത് പിടിക്കും. ഞാനൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെയോ? ആ, ഞാൻ എന്ന് വരുന്നുണ്ടല്ലോ. എനിക്കറിയാം. ഹോസ്റ്റലിലെ പെൺപിള്ളേരെ കണ്ണു കാണിക്കാനും കമന്റ് അടിക്കാനും അല്ലേ? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? നമുക്ക് ബീച്ചിലേക്ക് പോകാം. മാറി, ഞാൻ നിന്റെ കൂടെ ബീച്ചിൽ വരണോടാ. എടി നിന്നെ ആ പോടാ. പിന്നെ മര്യാദയോട് കാണിച്ചാലേ അടുത്ത് നിന്റെ അണപ്പല്ലിളക്കും. മാഗി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ഹണിമൂണായി നമ്മൾ ഊട്ടിയിലേക്ക് പോയിരുന്നു. സ്വപ്നം കണ്ടിരുന്നാ മതിയോ? മാഗി, ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു. നാളെ വിലാസിനിയുടെ ബർത്ത്ഡേ ആണ്. രാജകുഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ 17ാമത്തെ ജന്മദിനം. നമുക്കത് നന്നായി ആഘോഷിക്കണം. നീ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. ഷാജേട്ടന്റെ പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. എടി, സത്യം പറ, നന്നായിരുന്നു പാട്ടോ അതോ പാട്ടുകാരനോ? പോടി. മാട്രൻ, നിങ്ങൾ ഫീസ് എത്ര കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ സഹോദരി സന്തോഷമായിട്ടിവിടെ കഴിയണം. മിസ്റ്റർ വിനോദ്, രജനി മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. വിനോദ് ഇരിക്കൂ, ഞാൻ രജനി പറഞ്ഞയക്കാം. ഓ, നിനക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുന്നതാണ് ഞാൻ വന്നത്. വേഗം വാ, പോയിട്ട്. ചേട്ടാ, ഇതാണ് എന്റെ ഫ്രണ്ട് വിലാസിനി. ഇവിടെ ബർത്ത്ഡേക്കാണ് അന്ന് ഞാൻ പോയിരുന്നത്. നമസ്കാരം. ചേട്ടാ, ഇവളാണ് എന്റെ അടുത്ത കൂട്ടുകാരി. നീ വാ. രജനിയുടെ ചേട്ടന് മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു. എന്താ? ഒരു പരുക്കൻ സ്റ്റൈലാണല്ലോ. അല്പം പരുക്കനാണെന്ന് വെച്ചോ. രജനിയെപ്പോഴായിരിക്കും അവളുടെ ചേട്ടനും എന്നാണ് ഞാൻ വിചാരിച്ചത്. രജനി പോലെ എങ്ങനെയാവും? ഞാനൊരു പുരുഷനല്ലേ. സിനുവേട്ടൻ തമാശ പറയുന്നല്ലേ വിലാസിനി? മതി, നീ വാ. വേഗം ചെല്ലു, അല്ലേ ഇപ്പൊ നമ്മളെ തല്ലിക്കളയും. പൊയ്ക്കോ. ബൈ ബൈ.